ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഇന്നത്തെ പാഠം എന്ന് പറയുന്നത് ഈ ഉൽപ്പത്തി 49 അധ്യായത്തിൻ്റെയും ഉൽപ്പത്തി 34 അധ്യായത്തിൻ്റെയും അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ പാഠം. വായിച്ചു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട വാക്യങ്ങളൊക്കെയും ഓരോരുത്തരും വായിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ പാഠത്തിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച കാര്യങ്ങളൊക്കെയും കൂടുതലും അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് തന്നെ ലേവ്യ ഗോത്രത്തെ സംബന്ധിച്ചാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ ദൈവം ലേവ്യ ഗോത്രത്തെ തൻ്റെ വേലക്കാരായിട്ട് തിരഞ്ഞെടുക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ ഇന്ന് ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ലേവി എന്നുള്ള യാക്കോബിന്റെ ആ ഒരു മകന്റെ സ്വഭാവം അല്ലെങ്കിൽ മകനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുകയാണെങ്കിൽ, ലേവി എന്ന ആ മകനെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ നമുക്ക് വ്യക്തമാകുന്ന കാര്യം എന്ന് പറയുന്നത് ലേവിയേക്കാളും കൂടുതൽ കഴിവും അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഉള്ള മറ്റ് പലരും ഉണ്ടായിരുന്നു. ലേവിയെ ദൈവം വിളിച്ച് തെരഞ്ഞെടുത്ത വേല ചെയ്യാനായിട്ട് ലേവിയെക്കാളിലും കൂടുതൽ ക്വാളിഫിക്കേഷനും കൂടുതൽ ആ ഒരു വേലയ്ക്ക് തക്കതായിരിക്കുന്നവനും ആയിരുന്നു മറ്റ് ചിലരൊക്കെയും. പക്ഷെ അങ്ങനെയുള്ള അവസ്ഥയിലും ലേവിക്ക് എന്തുകൊണ്ട് ഈ ഒരു അവസരം ദൈവം നൽകി എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അപ്പം ആദ്യമേ തന്നെ നമുക്ക് ചില വാക്യങ്ങളിവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഉൽപ്പത്തി 49 അധ്യായം 5 മുതൽ 7 വരെ വാക്യങ്ങൾ വായിക്കാം. ശിമെയോനും ലേവിയും സഹോദരന്മാർ, അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. എൻ ഉള്ളമേ, അവരുടെ മന്ത്രണത്തിൽ കൂടരുത്. എൻ മനമേ, അവരുടെ യോഗത്തിൽ ചേരരുത്. തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നു. തങ്ങളുടെ ശാഠ്യത്തിൽ കൂറ്റന്മാരുടെ വരി ഉടച്ചു. അവരുടെ ഉഗ്രകോപവും കഠിനക്രോധവും ശപിക്കപ്പെട്ടത്. ഞാൻ അവരെ യാക്കോബിൽ പകയ്ക്കുകയും ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും. അപ്പം ഇവിടെ നമ്മൾ വായിക്കുന്നത് യാക്കോബിന്റെ ഒരു പ്രോഫസിയെ സംബന്ധിച്ചാണ്. ഇവിടെ 49 അധ്യായത്തിൽ എന്താണ് ഇവിടെ നമ്മൾ വായിക്കുന്ന സന്ദർഭം? ആർക്കാണ് പറയാൻ പറ്റുന്നത്? ഉൽപ്പത്തി 49 അധ്യായം എന്തിനെ സംബന്ധിച്ചാണ്? 1-ാം വാക്യം വായിക്കുമ്പം യാക്കോബ് പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞ കാര്യങ്ങൾ, ഭാവി കാലത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പം ഇവിടെ യാക്കോബ് തന്റെ മക്കളെ വിളിച്ച് അവർക്ക് തൻ്റെ മരണക്കിടക്കയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം, തൻ്റെ അവസാന നിമിഷങ്ങളിൽ തൻ്റെ മക്കളോട് യാക്കോബ് പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ 49 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം അവിടെ 1-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ഓരോ മകനോടും ഇവിടെ യാക്കോബ് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം ഇവിടെ 5, 6, 7 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കിവിടെ വായിക്കാൻ സാധിക്കുന്നത് ശിമെയോനോടും ലേവിയോടും ഇവിടെ യാക്കോബ് എന്താണ് പറയുന്നത് എന്നതിനെ സംബന്ധിച്ചാണ്. അപ്പം ഇതൊരു പ്രോഫസി ആയിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ യാക്കോബ് അവരോട് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ശിമെയോനെ സംബന്ധിച്ചും ലേവിയെ സംബന്ധിച്ചും യാക്കോബ് പറയുന്നത് എന്താണ് ഇവിടെ പറയുന്നത്? അവര് എങ്ങനെയായിരിക്കുന്നു? ഒന്നുകൂടെ പറഞ്ഞേ. അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ.
അപ്പം അവരുടെ ഇവരുടെ ക്രോധവും ശവിക്കപ്പെട്ടത്. അപ്പം 7-ാം വാക്യത്തിൽ അവരെ സംബന്ധിച്ച് എന്താണ് യാക്കോബ് പറയുന്നത്, പ്രോഫസൈ ചെയ്യുന്നത്? അവരുടെ ഉഗ്രകോപവും കഠിന ക്രോധവും ശവിക്കപ്പെട്ടത്. ഞാൻ അവരെ യാക്കോബിൽ പകയ്ക്കുകയും ഇസ്രയേലിൽ ചിതറിക്കുകയും ചെയ്യും. അപ്പം ഇതാണ് അവരെ സംബന്ധിച്ച് യാക്കോബ് അവസാനമായി കൽപ്പിക്കുന്നത്. അപ്പം എന്താണ് ഇതിന് കാരണം, അല്ലെങ്കിൽ ഇങ്ങനെ ശപിക്കാൻ തക്കവണ്ണം എന്താണ് കാരണം? അപ്പം അതിനെ സംബന്ധിച്ച് നമുക്ക് ഉൽപ്പത്തി 34-ാം അധ്യായം 25-30 വാക്യങ്ങളിൽ വായിക്കാം. മൂന്നാം ദിവസം അവർ വേദനപ്പെട്ടിരിക്കുമ്പോൾ യാക്കോബിന്റെ 2 പുത്രന്മാരായി ദീനയുടെ സഹോദരന്മാരായ ശിമിയോനും ലേവിയും താന്താന്റെ വാൾ എടുത്ത് നിർഭയമായിരുന്ന പട്ടണത്തിന്റെ നേരെ ചെന്നു ആണിനെയൊക്കെയും കൊന്നുകളഞ്ഞു. അപ്പോൾ യാക്കോബ് ശിമിയോനോടും ലേവിയോടും, ഈ ദേശനിവാസികളായ കനാന്യരുടെയും പെരിശരുടെയും ഇടയിൽ നിങ്ങൾ എന്നെ നാറ്റിച്ചു വിഷമത്തിലാക്കിയിരിക്കുന്നു. ഞാൻ ആൾ ചുരുക്കമുള്ളവനല്ലോ. അവർ എനിക്ക് വിരോധമായി കൂട്ടം കൂടി എന്നെ തോൽപ്പിക്കുകയും ഞാനും എന്റെ ഭവനവും നശിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ യാക്കോബ് തന്റെ മക്കളായിരിക്കുന്ന ശിമെയോനെ സംബന്ധിച്ചും ലേവിയെ സംബന്ധിച്ചും ഇങ്ങനെ യാക്കോബ് ശപിക്കുന്നത് 49-ാം അധ്യായത്തിൽ. അപ്പം ഈ ഒരു വസ്തുതയെ സംബന്ധിച്ചാണ് യാക്കോബ് 49-ാം അധ്യായം 5, 6, 7 വാക്യങ്ങളിൽ ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം ഇതിന്റെ ഈ ഒരു പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ അവരെ സംബന്ധിച്ച് ഇവിടെ യാക്കോബ് ശപിക്കുന്നത്. അപ്പം ഇതിനെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ ഇനിയും ചിന്തിക്കാം. 7-ാം വാക്യത്തിൽ ഇവിടെ യാക്കോബ് പറയുന്നത് ഇവരെ യാക്കോബിന്റെ ഇടയിൽ അവരെല്ലാം ഡിസ്പേഴ്സ് ആകും, അല്ലെങ്കിൽ ചിതറിപ്പോകും എന്നുള്ളതാണ് ഇവിടെ 49-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം ഇതിനെ സംബന്ധിച്ച് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇവിടെ ശിമെയോന്റെ ഗോത്രത്തെ സംബന്ധിച്ചാണ് ഇവിടെ യാക്കോബ് ഇങ്ങനെ പറയുന്നത്. അപ്പം ശിമെയോനെ സംബന്ധിച്ച് നമുക്ക് എന്താണ് അറിയാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ശിമെയോന്റെ ഗോത്രത്തിന് ഇനിയും യാക്കോബിന്റെ കാലശേഷം എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം, ശിമെയോന്റെ ഗോത്രം എന്ന് പറയുന്നത് അവർക്ക് ലഭിച്ചിരുന്ന പട്ടണങ്ങളൊക്കെയും അത് യൂദാ ഗോത്രത്തിന്റെ ആ ഒരു അതിർത്തിക്കുള്ളിലായിരുന്നു. അപ്പം അവർക്ക് തന്നെ ഒരു അതിർത്തി ഇല്ലായിരുന്നു. പക്ഷെ അവർക്ക് ലഭിച്ചിരുന്ന, ശിമെയോൻ ഗോത്രത്തിന് ലഭിച്ചിരുന്ന പട്ടണങ്ങളൊക്കെയും യൂദാ ഗോത്രത്തിന്റെ അതിർത്തിക്കുള്ളിലായിരുന്നു. അതും ചിതറി അതിനുള്ളിൽ ആയിട്ടായിരുന്നു ശിമെയോന് ലഭിച്ചിരുന്ന ആ ഒരു ഇൻഹെറിറ്റൻസ്, ലഭിച്ച സ്വത്ത്. അപ്പം ഇതിനെ സംബന്ധിച്ച് നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. ഇവിടെ യോശുവ 19-ാം അധ്യായം 1-ഉം 9-ഉം വാക്യങ്ങൾ വായിക്കാം. 19-ന്റെ 1-ഉം 9-ഉം വാക്യം. രണ്ടാമത്തെ നറുക്ക് ശിമിയോന് കുടുംബമായി ശിമിയോൻ മക്കളുടെ ഗോത്രത്തിന് വന്നു. അവരുടെ അവകാശം യൂദാ മക്കളുടെ അവകാശത്തിന്റെ ഇടയിലായിരുന്നു. ശിമിയോൻ മക്കളുടെ അവകാശം യഹൂദാ മക്കളുടെ ഓഹരിയിൽ ഉൾപ്പെട്ടിരുന്നു. യഹൂദാ മക്കളുടെ ഓഹരി അവർക്ക് അധികമായിരുന്നത് കൊണ്ട് അവരുടെ അവകാശത്തിന്റെ ഇടയിൽ ശിമിയോൻ മക്കൾക്ക് അവകാശം ലഭിച്ചു. അപ്പം ഇതാണ് നമ്മളിവിടെ കാണുന്നത്. ശിമെയോൻ മക്കൾക്ക് ലഭിച്ച അവകാശം എന്ന് പറയുന്നത് അവർക്ക് തനിയായിട്ട് അവർക്കായിട്ട് തന്നെ ദൈവം ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ അവർക്ക് വേർതിരിച്ചു കൊടുത്തില്ല. പക്ഷെ യഹൂദ
യൂദാ ഗോത്രത്തിന്റെ ഇടയിൽ തന്നെ അവർക്ക് ചില പട്ടണങ്ങൾ കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം ഇതാണ് നമുക്ക് യാക്കോബിന്റെ ആ ഒരു പ്രോഫസിയിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ യാക്കോബ് പറയുന്നത് നിങ്ങൾ ഇവിടെ യൂദാ ഗോത്രത്തിനിടയിൽ നിങ്ങൾ ചിതറിപ്പോകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ ശിമെയോനെ കുറിച്ച് ഇവിടെ വായിക്കുമ്പോൾ ബാക്കി ലേവിയെ കുറിച്ചാണ് ഇനിയും മനസ്സിലാക്കാനുള്ളത്. അപ്പം ലേവിയെ കുറിച്ച് ഇവിടെ യാക്കോബ് 7-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? ലേവിയെ ഇസ്രായേലിനിടയിൽ, അപ്പം ഇവിടെ യാക്കോബിനിടയിൽ മാത്രമല്ല, പക്ഷെ മുഴുവൻ ഇസ്രായേലിനിടയിലേക്ക് അവരെ ചിതറിക്കളയുമെന്നുള്ളതാണ് യാക്കോബ് 7-ാം വാക്യത്തിൽ പറയുന്നത് 49-ാം അധ്യായത്തിന്റെ. അപ്പം ഇതിനെ സംബന്ധിച്ച് നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. യോശുവ 13-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. യോശുവ 13-ാം അധ്യായം 14-ാം വാക്യം. ലേവി ഗോത്രത്തിൽ നിന്ന് അവൻ ഒരു അവകാശവും ലേവി ഗോത്രത്തിന് അവൻ ഒരു അവകാശവും കൊടുത്തില്ല. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ദഹനയാഗങ്ങൾ താൻ അവരോട് കൽപ്പിച്ചതുപോലെ അവരുടെ അവകാശമാകുന്നു. അപ്പം ഇവിടെ അവകാശമായിട്ട് ലേവി ഗോത്രത്തിന് ദൈവം ഒന്നും തന്നെയും കൊടുത്തില്ല എന്നുള്ളതാണ് നമുക്കിവിടെ വായിക്കാൻ സാധിക്കുന്നത്. അപ്പം ഇതാണ് യാക്കോബ് ഇവരെ സംബന്ധിച്ച്, ലേവിയെ സംബന്ധിച്ചും അതുപോലെ തന്നെ ശിമെയോനെ സംബന്ധിച്ചും ഇവിടെ പ്രോഫസൈ ചെയ്യുന്നത്. അത് തന്നെ നമുക്ക് ഇവിടെ തന്റെ കാലശേഷം സംഭവിച്ചതായാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ലേവി ഗോത്രത്തിന് അത് ഇസ്രായേലിനിടയിൽ മുഴുവനായിട്ട് ആണ് അവരെ ചിതറിക്കുന്നത്. അപ്പം ഇനിയും ചില വാക്യങ്ങൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാം. യോശുവ 14-ാം അധ്യായം 4-ാം വാക്യം. യോസെഫിന്റെ മക്കൾ മനശ്ശെ, എഫ്രയീം എന്ന് 2 ഗോത്രമായിരുന്നു. ലേവ്യർക്ക് പാർപ്പാൻ പട്ടണങ്ങളും അവരുടെ കന്നുകാലികൾക്കും മൃഗസമ്പത്തിനും വേണ്ടി പുൽപ്പുറങ്ങളും അല്ലാതെ ദേശത്തിൽ ഓഹരി ഒന്നും കൊടുത്തില്ല. ഇനി 18-ാം അധ്യായം 7-ാം വാക്യം. ലേവ്യർക്ക് നിങ്ങളുടെ ഇടയിൽ ഓഹരി ഇല്ലല്ലോ. യഹോവയുടെ പൗരോഹിത്യം അവരുടെ അവകാശമാകുന്നു. ഗാദും രൂബേനും മനശ്ശെയുടെ പാതിഗോത്രവും യഹോവയുടെ ദാസനായ മോശെ അവർക്ക് കൊടുത്തിട്ടുള്ള അവകാശം യോർദാന് കിഴക്ക് വാങ്ങിയിരുന്നു. ഇനിയും സംഖ്യാപുസ്തകം 35-ാം അധ്യായം 6-ഉം 7-ഉം വാക്യങ്ങൾ. നിങ്ങൾ ലേവ്യർക്ക് കൊടുക്കുന്ന പട്ടണങ്ങളിൽ 6 സങ്കേത നഗരങ്ങളായിരിക്കണം. കൊല ചെയ്തവൻ അവിടേക്ക് ഓടിപ്പോകേണ്ടതിന് നിങ്ങൾ അവയെ അവന് വേണ്ടി വേർതിരിക്കണം. ഇവ കൂടാതെ നിങ്ങൾ വേറെയും 42 പട്ടണങ്ങളെ കൊടുക്കണം. അങ്ങനെ നിങ്ങൾ ലേവ്യർക്ക് കൊടുക്കുന്ന പട്ടണങ്ങൾ എല്ലാം കൂടെ 48 ആയിരിക്കണം. അവയും അവയുടെ പുൽപ്പുറങ്ങളും കൊടുക്കണം. അവരുടെയിലുള്ളത് 6-7. അപ്പം ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഇപ്പോൾ മുമ്പ് ചിന്തിച്ച കാര്യം തന്നെയാണ്. അപ്പം ഇവിടെ ലേവി ഗോത്രത്തിന് 48 പട്ടണങ്ങളും അതിൽ ചിലത് അത് റെഫ്യൂജി പട്ടണങ്ങളായിട്ട്, എന്ന് പറഞ്ഞാൽ അബദ്ധവശ മറ്റൊരു വ്യക്തിയെ കൊന്നിട്ട് ആ ഒരു സന്ദർഭത്തിൽ അവർക്ക് രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടിപ്പോകാനായുള്ള പട്ടണങ്ങൾ ആയിട്ട് വേർതിരിച്ചു. അപ്പം ഈ 48 പട്ടണങ്ങളിൽ ചിലത് അങ്ങനെയുള്ളതായിരുന്നു. പക്ഷെ അവർക്ക് ജീവിക്കുവാനായിട്ട് ഈ വിധത്തിൽ 48 പട്ടണങ്ങളാണ് ഇസ്രായേലിന് ഇടയിൽ ദൈവം കൊടുക്കുന്നത്. പക്ഷെ അവർക്കായിട്ട് തന്നെ ഒരു ഇൻഹെറിറ്റൻസ് ദൈവം നൽകുന്നില്ല. അപ്പം ഇവിടെയൊക്കെയും നമ്മൾ കാണുന്ന വസ്തുത എന്താണ്? ലേവി ഗോത്രം എന്ന് പറയുന്നത് അവർക്ക് ഇങ്ങനെ സംഭവിച്ചതിന്റെ കാരണം എന്താണ്? അവർ ചെയ്ത ആ ഒരു തിന്മയുടെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ദൈവം ഇങ്ങനെ അനുവദിക്കുന്നത്. അപ്പം നമ്മളിവിടെ കാണുന്ന വസ്തുത എന്ന് പറയുന്നത് ഏറ്റവും സ്വഭാവത്തിൽ ശുദ്ധിയുള്ളതോ അല്ലെങ്കിൽ ഏറ്റവും തൻ്റെ 12 മക്കള്, യാക്കോബിന്റെ 12 മക്കളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മകനോ അല്ല ലേവി.
അപ്പം എങ്ങനെയാണ് ദൈവം ഈ ഒരു അവസ്ഥയിലും ലേവിക്ക് ഈ ഒരു തന്റെ ശുശ്രൂഷകന്മാരായിരിക്കുവാൻ ദൈവം അനുവദിക്കുന്നത്, അവസരം കൊടുക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. അപ്പം നമുക്കിവിടെ ചിന്തിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, തന്റെ സ്വഭാവത്തിൽ താൻ തന്റെ ആ ഒരു നേച്ചറിൽ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു താൻ. ഒരു ക്രൂവലായിരിക്കുന്ന, വളരെ ഫിയേഴ്സ് ആയിരിക്കുന്ന, തൻ്റെതായിരിക്കുന്ന ആഗ്രഹവും ഇഷ്ടവും നിറവേറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു. അതാണ് നമ്മൾ ഇവിടെ വായിച്ചത് നേരത്തെ ഉൽപ്പത്തി 34 അധ്യായത്തിൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ അവിടെ അനേകം വ്യക്തികളെ കൊന്ന് ഒടുക്കുകയും മൃഗങ്ങൾക്ക് അവിടെ ദോഷം പ്രവർത്തിക്കുകയും ചെയ്തത്. അപ്പം ഇങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു താൻ മാനുഷികമായിട്ട്, അല്ലെങ്കിൽ തന്റെ സ്വഭാവത്തിൽ. അപ്പം ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ താൻ തൻ്റെ വിശുദ്ധ വേലയ്ക്കും തൻ്റെ വിശുദ്ധ പ്രവൃത്തികൾക്കും ആ ഒരു വേലയ്ക്കുമായിട്ട് താൻ ദൈവം തിരഞ്ഞെടുക്കുകയും അതിന് തക്കതായിരിക്കുന്ന ഒരു അവസരം കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദൈവത്തിന്റെ കൃപ എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിലും അർഹിക്കാത്ത ഒരു സന്ദർഭത്തിൽ, ഒരു സാഹചര്യത്തിൽ അതിനായി അവസരം കൊടുക്കുക എന്ന് പറയുന്നതാണ് കൃപ, അല്ലെ? ഇപ്പം മാപ്പ് അർഹിക്കാത്ത ഒരു വ്യക്തിക്ക് നമ്മൾ മാപ്പ് കൊടുക്കുമ്പോൾ അതാണ് യഥാർത്ഥമായി നാം അവരോട് കാണിക്കുന്ന കൃപ. അപ്പം ഈ ഒരു നിലയിൽ അർഹിക്കാത്തത് ആയിരിക്കുന്ന ഒന്ന് നമ്മൾ മറ്റുള്ളവന് കൊടുക്കുമ്പോഴാണ് കൃപ എന്ന് നമ്മൾ അതിനെ പറയുന്നത്. അപ്പം ഈ ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഈ ഒരു ലേവിയുടെ തൻ്റെ സ്വഭാവത്തിൻ്റെയും തൻ്റെ ആ ഒരു മാനുഷിക അവസ്ഥയുടെയും വസ്തുത നമുക്ക് ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നു വെച്ചാൽ ഇവിടെ യാക്കോബ് 49 അധ്യായം, ഉൽപ്പത്തി 49 അധ്യായത്തിൽ പറയുന്നത് സിമെയോനും ലേവിയും അവര് സഹോദരങ്ങളാണ്. എന്നിട്ട് എന്താണ് പറയുന്നത്? 5-ാം വാക്യം എന്നോട് വായിച്ചേ. ശിമിയോനും ലേവിയും സഹോദരന്മാർ, അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. മതി. അപ്പം ഇപ്പൊ വായിച്ചത് ഉൽപ്പത്തി 49 അധ്യായം 5-ാം വാക്യമായിരുന്നു. അപ്പം അവരുടെ വാളുകൾ എന്തിന്റെ ആയിരുന്നു? സാഹസത്തിന്റെ. അപ്പം അവരുടെ വാളുകൾ സാഹസത്തിൻ്റെതാണെന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ അവരുടെ സ്വഭാവത്തെയാണ് അവിടെ വിശേഷിപ്പിക്കുന്നത്. അപ്പം ഈ ഒരു നിലയിലാണ് അവര് മാനുഷികമായിട്ട്, അല്ലെങ്കിൽ ദൈവം അവരെ തൻ്റെ വേലക്കാരായി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പേ ഇങ്ങനെയുള്ളൊരു വ്യക്തികളായിരുന്നു ലേവി, അല്ലെങ്കിൽ ലേവി ഗോത്രം എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു അവസ്ഥയിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഏത് ഒരു നിലയിലാണ് അവർ എത്തിച്ചേർന്നത്? അങ്ങനെയുള്ള സാഹസത്തിന്റെ മക്കൾ എന്ന നിലയിൽ നിന്ന് അവർ ദൈവത്തിന്റെ ആ ഒരു കൃപയുടെ അവസ്ഥയിലാണ് എത്തിച്ചേരുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവത്തിന്റെ ആ വിശുദ്ധ മന്ദിരത്തിൽ വേല ചെയ്യുവാൻ തക്കവണ്ണം ഉള്ള ഒരു അവസരമാണ് ദൈവം അവർക്ക് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു പൊസിഷൻ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അത്രത്തോളം അന്തരമുള്ളതാണ്. അപ്പം ഇത് വളരെ നമുക്ക് ആശ്ചര്യമായിരിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. എന്നു വെച്ചാൽ നമ്മെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ, എന്ന് പറഞ്ഞാൽ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് എന്താണ്? നമ്മളൊക്കെയും ഈ ലോകത്തിന്റെ വെറും ചപ്പും ചവറും എന്ന് കണക്കിടുന്ന അത്രത്തോളമേ ഉള്ളൂ. ഈ ഭൂമിയുടെ മണ്ണ് എന്ന് പോലും കണക്കിടാൻ നമ്മളെ കുറിച്ച് സാധിക്കുന്നതല്ല. ഏറ്റവും വേഴ്സാണ് നമ്മൾ. അപ്പം ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നത്? വിളിച്ച്
വേർതിരിച്ചിരിക്കുന്നത് തൻ്റെ വേലക്കാരായി തീരുവാൻ തക്കവണ്ണം. അപ്പം ഈ ദൈവത്തിന് വേലക്കാരായിരിക്കുവാൻ തക്കവണ്ണം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് തീർച്ചയായും നമ്മുടെ ഒരു കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആയിട്ടോ അല്ല, നമ്മിൽ തന്നെ. പക്ഷേ ദൈവം തൻ്റെ കൃപ എന്നത് ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു അവസരം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു വസ്തുതയാണ് നമുക്ക് ലേവി ഗോത്രത്തിലും കാണാൻ സാധിക്കുന്നത്. അതൊരു നിഴലായാണ് ഈ സുവിശേഷ യുഗത്തിലെ തെരഞ്ഞെടുപ്പിന് ഒരു നിഴലായി തന്നെയാണ് ഇവിടെ ഇതായിരിക്കുന്നത്. അപ്പം വളരെ എത്രത്തോളം നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. ഓർക്കുക, എത്രത്തോളം അനേകം വർഷങ്ങൾക്ക് മുമ്പ്, എത്രത്തോളം അനേകം മില്ലേനിയത്തിന് മുമ്പ് ആണ് ഈ കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. എങ്കിലും വളരെ വ്യക്തമായിട്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു നിഴലായി തന്നെ ദൈവം ഇതിനെ പ്രിസർവ് ചെയ്തിരിക്കുന്നു നമ്മുടെ വിശ്വാസത്തിന്റെ ഉറപ്പിനായിട്ട്. അപ്പം ഇതൊക്കെയും നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ഉദ്ദേശത്തിലാണ്. നമ്മുടെ ആത്മീയ ഓട്ടത്തെയും നമ്മുടെ ആത്മീയ ജീവിതത്തെയും കൂടുതൽ ദൃഢപ്പെടുത്തുവാൻ തക്കവണ്ണം. അപ്പം നമ്മുടെ ആ ഒരു ആത്മീയ ജീവിതത്തെ കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്കും ഇതേ ആശയമാണ് വ്യക്തമാകുന്നത്. അപ്പം ദൈവത്തിന്റെ കൃപ എന്നത് ഇല്ല എങ്കിൽ, ആ കൃപയുടെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, തീർച്ചയായും നമ്മുടെ ഈ ഒരു മാനുഷിക അവസ്ഥയിൽ നിന്ന്, മാനുഷികമായിരിക്കുന്ന ആ ഒരു പ്രവണതകളിൽ നിന്ന് നമുക്ക് ഒരു വിടുതലില്ല. അതിനെ അതിജീവിച്ചുകൊണ്ട് അതിലും ഉപരിയായിരിക്കുന്ന ഒരു നിലയിലേക്ക് നമുക്ക് ഉയരുവാൻ തീർച്ചയായും സാധിക്കുകയില്ല. അപ്പം ആ ഒരു ചപ്പും ചവറും എന്നുള്ള അവസ്ഥയിൽ നിന്ന് ദൈവത്തിന്റെ ആ വിശുദ്ധ വേലക്കാരായിരിക്കുവാൻ തക്കവണ്ണമാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇത് നമുക്ക് ഇൻസ്പയറിംഗ് ആയിരിക്കുന്ന ഒരു ആശയമാണ്. ഇനിയും നമ്മൾ ചിന്തിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് സംഖ്യാപുസ്തകം 8-ാം അധ്യായം 6-7 വാക്യങ്ങൾ വായിച്ചിട്ട് അതിനെ സംബന്ധിച്ച് അതിനാധാരമായി ചില കാര്യങ്ങൾ ചിന്തിക്കാം. സംഖ്യാപുസ്തകം 8-ാം അധ്യായം 6-7 വാക്യങ്ങൾ. യഹോവ പിന്നെയും മോശയോട് 6-7 ആണോ? 6-7. ലേവ്യരെ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് എടുത്ത് ശുചീകരിക്കുക. അവരെ ശുചീകരിക്കേണ്ടതിന് ഇങ്ങനെ ചെയ്യണം: പാപപരിഹാര ജലം അവരുടെ മേൽ തളിക്കണം. അവർ സർവാംഗം ക്ഷൗരം ചെയ്ത് വസ്ത്രം അലക്കി ഇങ്ങനെ തങ്ങളെ തന്നെ ശുചീകരിക്കണം. അപ്പം ഇത് ഈ ഒരു അധ്യായം അല്ലെങ്കിൽ ഈ ഒരു വാക്യങ്ങൾ എന്ന് പറയുന്നത് എന്തിനെ സംബന്ധിച്ചാണ്? നമ്മളത് ജനറലി പറയുമ്പോൾ ഇത് ലേവി ഗോത്രത്തെ ദൈവം തൻ്റെ ഗോത്രമായിട്ട്, തൻ്റെ ജനമായിട്ട്, തൻ്റെ ആ ഒരു ആദിജാതന്മാരുടെ പകരമായി താൻ ഇവിടെ വേർതിരിക്കുന്നതിന്റെ ഒരു പിക്ചറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവരെ അഭിഷേകം ചെയ്യുന്നതിന്റെ ഒരു പിക്ചറാണ് നമുക്കിവിടെ 8-ാം അധ്യായത്തിൽ ലഭിക്കുന്നത്. അപ്പം ലേവി ഗോത്രം എന്ന് പറയുന്നത് അതിൽ നിന്നാണ് എന്തെടുക്കുന്നത്? ദൈവത്തിന്റെ സുവിശേഷ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ഒരു പുരോഹിത വർഗത്തെ ലേവി ഗോത്രത്തിൽ നിന്നാണ് ദൈവം എടുക്കുന്നത്. അപ്പം 9-ാം അധ്യായം എന്തിനെ സംബന്ധിച്ചാണ്? നമ്മൾ മുമ്പ് ചിന്തിച്ചിട്ടുള്ളതാണ്. അവിടെ പുരോഹിത വർഗത്തിന്റെ അഭിഷേകത്തെ സംബന്ധിച്ചാണ്. പക്ഷെ ഇവിടെ 8-ാം അധ്യായത്തിൽ ലേവി ഗോത്രത്തിന്റെ മുഴുവനായുള്ള അഭിഷേകത്തെ സംബന്ധിച്ച്. അപ്പം ഇവിടെ ആദ്യമേ എന്താണ് മോശ ചെയ്യുന്നത്? 7-ാം വാക്യം വായിക്കുമ്പോൾ ആദ്യമേ ചെയ്യുന്നത് എന്താണ്? മോശ ആദ്യമേ താൻ വെള്ളമെടുത്ത് എന്ത് ചെയ്യുന്നു? അവരെ ശുചീകരിക്കേണ്ടത് ഇങ്ങനെ ചെയ്യണം: പാപപരിഹാര ജലം അവരുടെ മേൽ തളിക്കണം. അപ്പം അവരുടെ ശുദ്ധീകരണത്തിനായി പാപപരിഹാര വെള്ളമെടുത്ത് അവരെ തളിക്കണമെന്നുള്ളതാണ് ഇവിടെ വായിക്കുന്നത്. ആരാണ് ഇത് ചെയ്യുന്നത്? മോശയാണ്. അപ്പം ഈ വിധ കാര്യങ്ങൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഇവിടെ നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. മോശയാണ് ഇവരെ അവരുടെ ശുദ്ധീകരണത്തിനായി വെള്ളത്താൽ, പാപപരിഹാര വെള്ളത്താൽ നമ്മൾ സ്വാഭാവികമായി അല്ലെങ്കിൽ സാധാരണ
കേൾക്കുന്ന ഒരു ആശയമല്ല പാപപരിഹാര വെള്ളമെന്ന്, അല്ലെ? സാധാരണ നമ്മൾ സത്യത്തിന്റെ വെള്ളം, അല്ലെങ്കിൽ സത്യത്തെ സൂചിപ്പിക്കുന്ന, സത്യത്തെ പ്രതിനിധീകരിക്കുന്ന വെള്ളം എന്നുള്ളതൊക്കെ ആശയങ്ങളാണ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ പാപപരിഹാരത്തിന്റെ വെള്ളമെന്നാണ് ഇവിടെ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ സാധാരണ കേൾക്കാത്ത ഒരു വസ്തുത കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ് അതിനെ ഇങ്ങനെ ഇവിടെ വിളിക്കുന്നതെന്ന്. അപ്പം തീർച്ചയായും ഇവിടെ ആ ഒരു പാപപരിഹാരത്തിന് കാരണമാകുന്ന ഒരു വസ്തുതയാണിത്. അപ്പം ആ ഒരു നിലയിൽ ഇവിടെ നമുക്ക് ചില കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് ചിന്തിക്കാം. അപ്പം ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവരുടെ നീതീകരണത്തിന് അല്ലെങ്കിൽ പാപത്തിൽ നിന്നുള്ള വിമോചനത്തിന് ആണ് ഇതിന്റെ ഉദ്ദേശം. ഇങ്ങനെ ഇവരെ മോശ ഈ വെള്ളം കൊണ്ട് തളിക്കുന്നത് അവരുടെ ആ ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. അപ്പം ഇത് ആത്മീയമായി ചിന്തിക്കുമ്പോൾ എന്താണ് കാണിക്കുന്നത്? ഇത് കാണിക്കുന്നത് ഒന്നാമതായിട്ട് ഇവിടെ കാണുന്ന കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ മോശ ഇവിടെ കാണിക്കുന്നത് ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? മോശ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ദൈവത്തെയാണ്, യഹോവയാണ്. അപ്പം നേരത്തെ ചിന്തിച്ച ആ ഒരു ആശയം എന്ന് പറയുന്നത് ലേവി ഗോത്രം എന്ന് പറയുന്നത് വളരെ ഫേവേർഡ് ആയിരിക്കുന്ന, ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുന്ന ഒരു ഗോത്രമല്ല എന്ന നിലയിലല്ല ഇവർക്ക് ഈ ഒരു അവസരം ദൈവം കൊടുക്കുന്നത്. അപ്പം മോശ അവരെ ഇങ്ങനെ ശുദ്ധീകരിക്കുമ്പോൾ തീർച്ചയായും അതിൽ നമുക്ക് ഒന്നാമതായി ദൈവത്തിന്റെ കൃപ എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് റാൻസത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആ ഒരു മറുവിലയായി, വീണ്ടെടുപ്പിനായി താൻ മരിച്ച് മറുവിലയായി തീർന്ന ആ ഒരു രക്തത്തിന്റെ ശുദ്ധീകരണത്തെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ രക്തമാണ് നമുക്ക് പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിന് കാരണമാകുന്നത്. അപ്പം ആ ഒരു ആശയമാണ് നമുക്ക് ഇവിടെ ഈ ഒരു ശുദ്ധീകരണ വെള്ളത്തിൽ, ശുദ്ധീകരണ ജലത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം ഈ ഒരു റാൻസം മെറിറ്റ് അല്ലെങ്കിൽ ആ ഒരു വീണ്ടെടുപ്പിന്റെ ആ ഒരു മെറിറ്റ്, അതിന്റെ ഒരു അംശത്തെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളെ വിശുദ്ധീകരിക്കുന്നവനായിരിക്കുന്ന ദൈവം, മോശ ഇവിടെ കാണിക്കുന്നത് ദൈവത്തെയാണ്, യഹോവയെയാണ്. ആ ഒരു വ്യക്തി തന്നെയാണ് നമ്മളെ വിളിച്ച് വേർതിരിക്കുന്നത്. യോഹന്നാൻ 6-ാം അധ്യായം 44-ാം വാക്യം വായിക്കാം. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പം ഇവിടെ വായിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ക്രിസ്തു പറയുന്നത് എന്നെ അയച്ചവൻ ആകർഷിച്ചിട്ടല്ലാതെ എൻ്റെ അടുക്കലേക്ക് ആർക്കും വരാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പം ഇവിടെ ക്രിസ്തുവിന്റെ പിതാവായിരിക്കുന്ന യഹോവയാണ് തന്റെ വേലക്കാരായിരിക്കുവാൻ തക്കവണ്ണം നമ്മളെ ആകർഷിക്കുന്നത്. അപ്പം നമ്മളെ വിശുദ്ധീകരിക്കുന്നവനായിരിക്കുന്ന യഹോവ തന്നെയാണ് നമ്മളെ തന്റെ അടുക്കിലേക്ക്, തന്റെ വേലക്കാരായിരിക്കുവാൻ തക്കവണ്ണം നമ്മളെ വരാനായി ആകർഷിക്കുന്നതും. അപ്പം ഈ ഒരു വസ്തുത നമുക്കിവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ യേശു തീർച്ചയായും വഴിയും സത്യവും ജീവനുമാണ്. പക്ഷെ ആ ഒരു വഴി കണ്ടെത്താനും സത്യത്തിൽ നമ്മൾ വളരുവാനും ജീവൻ കൈവരിക്കുവാനും നമുക്ക് ഒന്നാമതായി കാരണമായിരിക്കുന്നത് ആരാണ്? അത് യഹോവയാണ്. അപ്പം ഈ ഒരു വസ്തുത നമുക്ക് വളരെ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ ആത്മീയ കൂടുതൽ വളരെ ഇമ്പോർട്ടന്റ്. ഇനിയും രണ്ടാമതായിട്ട് ഇവിടെ സംഖ്യാപുസ്തകം 8-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ വെള്ളത്താൽ അവരെ ശുദ്ധീകരണത്തിനായി തളിച്ചതിന് ശേഷം അവരെന്ത് ചെയ്യണമെന്നാണ് നമ്മളോട് വായിച്ചത്. അവർ സർവാംഗം ക്ഷൗരം ചെയ്ത്
വസ്ത്രം അലക്കി ഇങ്ങനെ തങ്ങളെ തന്നെ ശുചീകരിക്കണം. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് അവർ ചെയ്യേണ്ടത് ഇനി. ഒന്നാമത് അവരുടെ ശരീരം മുഴുവനും അവരെന്ത് ചെയ്യണം? ക്ഷൗരം ചെയ്യണം, അല്ലെ? അപ്പം ഇത് എന്തിനെ കാണിക്കുന്നു? ഇത് കാണിക്കുന്നത് ആത്മീയമായി ചിന്തിക്കുമ്പോൾ 2 കൊരിന്ത്യർ 12-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്ന ആശയമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വായിക്കാം. 2 കൊരിന്ത്യർ 12-ന്റെ 20 അല്ലെ? 12-ന്റെ 20. ഞാൻ വരുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങൾ ഇച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ എന്നും പിണക്കം, ഈർഷ്യ, ക്രോധം, ശാഠ്യം, ഏഷണി, കുശുകുശുപ്പ്, നിഗളം, കലഹം എന്നിവ ഉണ്ടാകുമോ എന്നും വായിക്കണം. അത്ര മതി. അപ്പം അവിടെ നമ്മൾ വായിച്ച ചില സ്വഭാവ ഗുണങ്ങളുണ്ട്, അല്ലെങ്കിൽ ഗുണമെന്ന് പറയാൻ പറ്റിയല്ല, സ്വഭാവത്തിന്റെ ചില വിശേഷണങ്ങൾ നമ്മളിപ്പോൾ വായിക്കും, അല്ലെ? എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞു? സ്വഭാവങ്ങളൊന്ന് വായിക്കാം. പിണക്കം, ഈർഷ്യ, ക്രോധം, ശാഠ്യം, ഏഷണി, കുശുകുശുപ്പ്, നിഗളം, കലഹം. അപ്പം ഈ വിധ കാര്യങ്ങളാണ് എന്ത് നമ്മുടെ ആത്മീയ സ്വഭാവത്തിൽ നമ്മൾ എലിമിനേറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് ഈ വിധത്തിൽ ശൗര്യം ചെയ്ത് നമ്മൾ തുടച്ചു മാറ്റേണ്ടത്. അപ്പം നമ്മുടെ മാനുഷികമായിരിക്കുന്ന ആ ഒരു സ്വഭാവത്തിന്റെ ഒരു രൂപാന്തരത്തെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന വസ്തുത എന്ന് പറയുന്നത്, അഭിഷേകം ഏറ്റിരിക്കുന്ന ദൈവത്തിന്റെ വേലക്കാരായി തീരുവാൻ തക്കവണ്ണം അഭിഷേകം ഏറ്റിരിക്കുന്ന പാപത്തിൽ നിന്നുള്ള വിമോചനത്തെ ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വേലക്കാരായിരിക്കുന്ന നാം ഓരോരുത്തരും എന്ത് വേലയിലാണ് ഒന്നാമതായി ഏർപ്പെടേണ്ടത്? നമ്മൾ നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് ജീവിതമായിരിക്കുന്ന നമുക്ക് അൺഡിസൈറബിൾ ആയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്നുള്ള വാക്കാണ് ഇവിടെ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അൺഡിസൈറബിൾ, നമ്മൾ അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ ക്രിസ്തു നമ്മളിൽ കാണാൻ ആഗ്രഹിക്കാത്ത ചില സ്വഭാവങ്ങളുണ്ട്. അത് നമ്മൾ നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് എന്ത് ചെയ്യണം? ശൗര്യം ചെയ്ത് അത് ഇല്ലാതെ ചെയ്യണം, ഇല്ലായ്മ ചെയ്യണം എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം ഇത് ചെയ്യുമ്പോൾ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണോ? ഷേവ് ചെയ്യുന്നവർക്കറിയാം, ചിലപ്പോൾ ഷേവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ മുറിവേൽക്കുമല്ലോ. അത് വളരെ കെയർഫുൾ ആയിട്ട്, നമ്മൾ കെയർഫുള്ളായി ചെയ്തില്ലെങ്കിൽ നമ്മൾ അത്രത്തോളം ഡേഞ്ചർ ആണ് നമ്മൾ കെയർഫുള്ളായി ചെയ്യാതിരിക്കുമ്പോൾ ആ ഒരു വേലയിൽ, അല്ലെ? അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് ഉണ്ട്, അത് ഒരു പക്ഷേ അതിന് മൂർച്ചയില്ല എങ്കിൽ അത് അത്രത്തോളം പ്രയാസമുള്ള ഒരു കാര്യമാണ് ഷേവ് ചെയ്യുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലേഡ്, അതിലെന്തെങ്കിലും തുരുമ്പുണ്ടെങ്കിൽ അതും നമ്മുടെ ശരീരത്തിന് കേടാണ്. അപ്പം പല വിധത്തിലുള്ള കുഴപ്പങ്ങളുണ്ട് ഇത് നമ്മൾ കെയർഫുള്ളായി ചെയ്തില്ല എങ്കിൽ. അപ്പം ഇതുപോലെ തന്നെ ആത്മീയമായി ചിന്തിക്കാനും നമുക്ക് അനേകമായ ആത്മീയ വശങ്ങളുണ്ട് ഇതിനെ സംബന്ധിച്ച്. പക്ഷെ ഇപ്പോൾ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സ്വഭാവത്തിൽ ഈ തരത്തിൽ നമ്മൾ ശൗര്യം ചെയ്ത് ഇല്ലായ്മ ചെയ്യേണ്ട അനേകം അൺഡിസൈറബിൾ ആയിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഇല്ലായ്മ ചെയ്യണമെന്നുള്ളത് ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യമാണ്. ഇനി നമുക്ക് രണ്ടാമതായി ഇവിടെ ചെയ്യുന്നതായി മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? അവർ ഈ വിധത്തിൽ ശൗര്യം ചെയ്തിട്ട് എന്താണ് അടുത്ത് ചെയ്യുന്നത്? സംഖ്യാപുസ്തകമായി ശൗര്യം ചെയ്തിട്ട് എന്താണ് അവർ ചെയ്യുന്നത്? അവരുടെ വസ്ത്രം അലക്കി ഇങ്ങനെ തങ്ങളെ തന്നെ ശുചീകരിക്കണം.
അവര് ശൗര്യം ചെയ്തതിന് ശേഷം തന്റെ വസ്ത്രം അലക്കി തന്നെ ശുദ്ധീകരിക്കണം എന്നുള്ളതാണ് ഇവിടെ വായിച്ചത്. അപ്പം ഇവിടെ നമ്മൾ കാണുന്ന ആശയം എന്താണ്? വസ്ത്രം അലക്കുക എന്ന് പറയുമ്പോൾ ഇത് തീർച്ചയായും നമുക്ക് വളരെ ഫെമിലിയർ ആയിരിക്കുന്ന സുപരിചിതമായിരിക്കുന്ന ഒരു ആശയമാണ് ഇതിൽ അടങ്ങുന്നത്, അല്ലെ? അപ്പം ചില വാക്യങ്ങൾ നമ്മളോടൊക്കെ ഇവിടെ വായിക്കാം. റോമർ 12-ാം അധ്യായം 2-ാം വാക്യം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അപ്പം ഇവിടെ വായിച്ചത് എന്താണ്? നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേൻ എന്നുള്ളതാണ് ഇവിടെ റോമറിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നത്, അല്ലെ? അപ്പം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറയുമ്പോൾ ഇത് 12-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ റോമർക്ക് എഴുതിയ ഈ ഒരു ലേഖനം വായിക്കുമ്പോൾ തീർച്ചയായും ഇത് പുതിയ സൃഷ്ടിക്ക് താൻ എഴുതിയ ലേഖനമാണ്. അപ്പം പുതിയ സൃഷ്ടിക്ക് എഴുതുമ്പോൾ ഇവിടെ മനസ്സെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അപ്പോസ്തലനായ പൗലോസ് റോമറിൽ ഇങ്ങനെ മനസ്സെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിലുള്ള ആ ഒരു പുതിയ സൃഷ്ടിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മെ തന്നെ സമർപ്പിച്ചപ്പോൾ നമ്മൾ എന്താണ് എടുത്ത തീരുമാനം? നമ്മൾ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് നമ്മുടേതായിരിക്കുന്ന ആഗ്രഹവും ഇഷ്ടവും നമ്മൾ മരിപ്പിച്ചുകൊണ്ട് അവിടെ ദൈവത്തിന്റെ മനസ്സ്, ദൈവത്തിന്റെ ആഗ്രഹവും ഇഷ്ടവും നമ്മുടേതായി നമ്മൾ കൈവരിച്ച് അതാണിപ്പോൾ നമ്മുടെ മനസ്സ്, അതാണിപ്പോൾ നമ്മുടെ ഇച്ഛ എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ ഈ ഒരു പുതിയ മനസ്സിനെ സംബന്ധിച്ചാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. അപ്പം മനസ്സ് പുതുക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു വസ്തുതയെ സംബന്ധിച്ചാണ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത്. ഏത്? മനസ്സ് പുതുക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ മനസ്സിനെ മരിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ മനസ്സ് നമ്മുടേതാക്കി എടുക്കുമ്പോൾ ആ ഒരു പുതുക്കലിനെ സംബന്ധിച്ചാണ് ഇവിടെ അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ പുതുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു പുതിയ സൃഷ്ടിയുടെ പുതിയ മനസ്സിനെയാണ്. അപ്പം അതിന്റെ വളർച്ചയാണ് ഇവിടെ അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വളരുക എന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ മാനുഷികത്വത്തിന്റെ മരണത്തിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം ഈ ഒരു വസ്തുതയാണ് നമ്മുടെ ഇവിടെ നിഴലിലും കാണാൻ സാധിക്കുന്നത്. ഇവിടെ വസ്ത്രത്തെ ശുദ്ധീകരിക്കുക, ശരീരത്തെ ശുദ്ധീകരിക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു വസ്തുതയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് വരാം. അടുത്ത വാക്യം യാക്കോബ് 1-ാം അധ്യായം 27-ാം വാക്യം. മിനി സഹോദരി വേണമെങ്കിൽ യെശയ്യാവ് 52-ാം അധ്യായം 11-ാം വാക്യം എടുത്തോ. അതിനുശേഷം 1 തെസ്സലോനി 5-ാം അധ്യായം 22-ാം വാക്യം. യാക്കോബ് 1:27. പിതാവായ ദൈവത്തിന്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. യെശയ്യാവ് 52:11. വിട്ടുപോരുവിൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവിൻ. അശുദ്ധമായതൊന്നും തൊടരുത്. അതിന്റെ നടുവിൽ നിന്നും പുറപ്പെട്ടു പോരുവിൻ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പിൻ. 1 തെസ്സലോനി 5:22. സകലവിധ ദോഷവും വിട്ടകലുവിൻ. അപ്പം ഇവിടെ നമ്മൾ യാക്കോബിൽ വായിച്ച വാക്യം എന്ന് പറയുന്നത് എന്താണ്? അവിടെ പറയുന്നത് നമ്മൾ ദൈവത്തിന്റെ ആഗ്രഹം ചെയ്യുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് നന്മ, എന്താണ് ദൈവത്തിന്റെ ആ പെർഫെക്റ്റ് വിൽ, ദൈവത്തിന്റെ ആഗ്രഹവും ചെയ്യും, അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നമ്മൾ യാക്കോബിൽ വായിച്ചത്. അതുപോലെ തന്നെ ഇവിടെ യെശയ്യാവിൽ 52:11 വാക്യത്തിൽ വായിച്ചത് ദൈവത്തിന്റെ ഉപകരണങ്ങളെ ചുമക്കുന്നവരായിരിക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ
തന്നെ നിർമ്മലീകരിക്കുക. നിർമ്മലീക എന്നുള്ളതാണ് ഇവിടെ യെശയ്യാവിൽ വായിക്കുന്നത്. അപ്പം തീർച്ചയായും ലേവി ഗോത്രത്തിലുള്ളവരാണ് ദൈവത്തിന്റെ ഉപകരണങ്ങൾ ഇവിടെ നിഴലിൽ ചുമക്കുന്നത്. തീർച്ചയായും അവരാണ് ചുമക്കുന്നത്. പക്ഷെ ആത്മീയമായി ചിന്തിക്കുമ്പോൾ, ഇവിടെ പൊരുളിൽ ചിന്തിക്കുമ്പോൾ, ദൈവത്തിന്റെ ഉപകരണങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, അതിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തീർച്ചയായും ദൈവത്തിന്റെ ഉപകരണങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ദൈവത്തിന്റെ സത്യത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ദൈവത്തിന്റെ വചനത്തെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ വചനത്തിന്റെ വക്താക്കളായിരിക്കും നമ്മളൊക്കെയും. ദൈവത്തിന്റെ വചനത്തെ ചുമന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നടക്കുന്നവരായിരിക്കുന്ന നമ്മളൊക്കെയും എന്ത് ചെയ്യണം? നമ്മെ തന്നെ നിർമ്മലീകരിക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ വിശുദ്ധി ഇല്ലെങ്കിൽ എന്താണ് നിഴലിൽ അവർക്ക് അവകാശമില്ലാഞ്ഞത്? ദൈവത്തിന്റെ ഉപകരണങ്ങളെ ചുമക്കാൻ അവർക്ക് അവകാശമില്ല. ചുമക്കുന്നതിന് മുമ്പേ അവരെന്ത് ചെയ്യണം? തന്നെ തന്നെ കഴുകി വിശുദ്ധീകരിക്കണം. എന്നിട്ട് മാത്രമേ അവർക്ക് ആ ഉപകരണങ്ങളെ തൊടാനുള്ള അവകാശമുള്ളൂ. അല്ലാതെ തൊട്ടാൽ എന്ത് സംഭവിക്കും? മരണം സംഭവിക്കും. അപ്പം ഇത് വളരെ സീരിയസ് ആയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ആത്മീയമായി എത്രത്തോളം സീരിയസ് ആണിത് നമ്മൾ ചിന്തിക്കുക. നമ്മൾ ദൈവത്തിന്റെ വചനത്തെ പ്രസംഗിക്കുകയും ഘോഷിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായും നമ്മൾ കവലയിൽ നിന്ന് പ്രസംഗിക്കുക എന്നത് മാത്രമല്ല, നമ്മുടെ ജീവിതം തന്നെ ഒരു പ്രസംഗമാണ്. അപ്പം അതിൽ ഈ ആത്മീയ വിശ്വാസ കുടുംബത്തിൽ വരുന്ന ഓരോരുത്തരും അടങ്ങുന്നതാണ്. അത് മൂപ്പന്മാരോ ഡീക്കൻസോ മാത്രമല്ല അതിലടങ്ങുന്നത്, നമ്മൾ ഓരോരുത്തരും ഈ ഒരു കൂട്ടത്തിൽ അടങ്ങുന്നതാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ഉപകരണങ്ങളെ ചുമക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇവിടെ ഈ ഒരു വാർണിംഗ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ അശുദ്ധരായിട്ട് ഈ ഒരു ഉപകരണത്തെ ചുമന്നാൽ എത്രത്തോളം ഇത് നമുക്ക് അപകടമായിരിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനിയും അതിനുശേഷം നമ്മൾ വായിച്ചത് 1 തെസ്സലോനി 5-ാം അധ്യായം 22-ാം വാക്യം വായിച്ചത് മലയാളത്തിൽ സകല ദോഷത്തിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇംഗ്ലീഷിൽ അത് ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, അബ്സ്റ്റെയിൻ ഫ്രം ഓൾ അപ്പിയറൻസ് ഓഫ് ഈവിൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടെ ആഴമേറിയ ഒരു ആശയമാണ്. എന്ന് പറഞ്ഞാൽ തിന്മയായി തോന്നുന്നത് പോലും, അല്ലെങ്കിൽ തിന്മയായി കാണാൻ നമുക്ക് സാധ്യതയുള്ളത് അതിൽ നിന്ന് പോലും നമ്മൾ വേർപെട്ടിരിക്കുക, മാറി നിൽക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ആശയമാണ് ഏത് അപ്പോസ്തലൻ പറയുന്നത്, വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചതായിരിക്കുന്ന അപ്പം അത് കഴിക്കുന്നത് തീർച്ചയായും ആ ഒരു പ്രവൃത്തി, അതിൻ്റെ ആ ഒരു ഫേസ് വാല്യൂവിൽ അതൊരു തിന്മയായിരിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ അത് മറ്റുള്ള സഹോദരങ്ങൾക്ക് തീർച്ചയായും ഒരു വീഴ്ചയ്ക്ക് കാരണമാകാൻ, ഒരു ഇടർച്ചയ്ക്ക് കാരണമാകാൻ കാര്യമായി തീരാൻ സാധ്യതയുണ്ട്. ആ നിലയിൽ നമുക്ക് ഒരു അവസ്ഥയുണ്ടായാൽ തീർച്ചയായും നമ്മൾ അതിൽ നിന്ന് വേർപെട്ടിരിക്കണം എന്നാണ് പറയുന്നത്. ഇനിയും വേറൊരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, നമ്മൾ ഒരു വ്യക്തിയെ സത്യത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഷാപ്പിൽ പോയി ഇരിക്കാൻ സാധിക്കുമോ? അത് തെറ്റായ ഒരു കാര്യമാണോ? അത് നമ്മൾ അതിന്റെ ഒരു ഫേസ് വാല്യൂവിൽ ചിന്തിച്ചാൽ തീർച്ചയായും തെറ്റായ കാര്യമല്ല. ഷാപ്പിൽ പോയിരുന്നാലും നമ്മൾ അവിടെ പ്രവർത്തിക്കുന്നവരുടെ പ്രവൃത്തികളിൽ തിന്മകളിൽ നമ്മൾ ഇടപെടുന്നില്ല, അതിൽ നമ്മൾ യോജിച്ച് കൂടുന്നില്ല. പക്ഷേ അതിന്റെ തിന്മയുടെ ഒരു അപ്പിയറൻസ് ഉണ്ട് അവിടെ. മറ്റുള്ളവർ കണ്ടാൽ തീർച്ചയായും അതിനൊരു തിന്മയുടെ കാഴ്ച അതിൽ കാണാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് പോലും നമ്മൾ വേർപെട്ടിരിക്കണം എന്നുള്ളതാണ് ഇവിടെ അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒരു ലെസൺ ആണ്. അപ്പം ഒരുപക്ഷെ തിന്മയായിരിക്കുന്ന കാര്യമാകണമെന്നില്ല നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു അപ്പിയറൻസ് പോലും ഉണ്ടായിരുന്നാൽ നമുക്ക് അത് ഒരുപക്ഷെ നമ്മൾ അതിൽ നിന്ന് വേർപെട്ടിരിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ നിഴലിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ നമ്മുടെ ശരീരവും നമ്മുടെ വസ്ത്രവും നമ്മൾ ശുദ്ധീകരിക്കണമെന്ന് ഇവിടെ വായിച്ചപ്പോൾ ആത്മീയമായ
അനേകം ആശയങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്. അത് ശരീരം എന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ സ്വഭാവത്തെ കാണിക്കുന്നു, നമ്മുടെ വ്യക്തിത്വത്തെ കാണിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഉടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ അത് നമ്മുടെ നീതിயின் വസ്ത്രത്തെ കാണിക്കുന്നു, അല്ലെ? അപ്പം നമ്മുടെ നീതിயின் വസ്ത്രത്തെ നമ്മൾ ഒരു ചുളിവോ അഴുക്കോ ഇല്ലാതെ കാക്കണമെന്നുള്ളതാണ് ദൈവം നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു വസ്തുക്കളൊക്കെയും നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ആശയങ്ങളാണ്. അപ്പം ഈ നിലയിൽ നമുക്ക് ഈ രണ്ട് വസ്തുതകൾ ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പം നമ്മളിവിടെ ചിന്തിച്ചു തുടങ്ങിയത് എന്താണ്? നമ്മളിവിടെ ചിന്തിച്ചു തുടങ്ങിയ സംഖ്യാപുസ്തകം 8-ാം അധ്യായത്തിൽ നിന്നാണ് 6-7 വാക്യങ്ങൾ. അവിടെ ലേവിയ ഗോത്രത്തിന്റെ സമർപ്പണത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പം ലേവിയ ഗോത്രത്തെ സമർപ്പിച്ചപ്പോൾ മോശ ആദ്യമായി ചെയ്തത് അവിടെ പാപപരിഹാര വെള്ളം കൊണ്ട് അവരുടെ ശുദ്ധീകരണത്തിനായി അവരെ തളിക്കുകയാണ് ചെയ്തത്. അപ്പം ഇത് കാണിക്കുന്നത് നമ്മുടെ പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിനെയാണ്, ആ ഒരു റാൻസത്തെ കാണിക്കുന്നു. അങ്ങനെ വീണ്ടെടുപ്പ് ഏറ്റിരിക്കുന്ന ഓരോ വ്യക്തികളും ചെയ്യേണ്ട ചില വേലകളുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ വേല എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ഷേവ് ചെയ്യുന്ന ഒരു വേലയാണ്, അല്ലെ? അപ്പം അത് കാണിക്കുന്നത് നമ്മുടെ സ്വഭാവത്തിന്റെ ശുദ്ധീകരണത്തെയാണ്, അതിന്റെ രൂപാന്തരത്തെയാണ് കാണിക്കുന്നത്. പിന്നെ രണ്ടാമതായി ഏർപ്പെടേണ്ട വേല എന്ന് പറയുന്നത് ആ ഒരു ശരീരത്തിന്റെയും ഉടുത്തിരിക്കുന്ന ആ ഒരു വസ്ത്രത്തിന്റെയും ആയിരിക്കുന്ന ശുദ്ധീകരണമാണ്. അപ്പം ഇതും അതുപോലെ തന്നെ ആ ഒരു സ്വഭാവത്തിന്റെയും നമ്മുടെ ആ ഒരു മാനുഷികത്വത്തിന്റെയും വിശുദ്ധീകരണത്തെ കാണിക്കുന്നു. അപ്പം ഈ നിലയിൽ നമുക്ക് ഫിലിപ്പിയർ 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ നമ്മൾ ഈ ഒരു വേലയിലാണ് ഏർപ്പെട്ടിരിക്കേണ്ടത്. ഫിലിപ്പിയർ 2-ാം അധ്യായം 12-ാം വാക്യം വായിക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പേൻ. അപ്പം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പേൻ എന്നുള്ളതാണ് അപ്പോസ്തലൻ ഇവിടെ പ്രസംഗിക്കുന്നത്. അപ്പം ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ഭയക്കുകയും വിറയലോടുകൂടിയും നമ്മൾ നമ്മുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കേണ്ടത്? ഈ വിധത്തിൽ ശുദ്ധീകരണം ലഭിച്ചിരിക്കുന്ന വീണ്ടെടുപ്പ്, പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് ലഭിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരേ ഒരു അവസരം നമ്മൾ ഓൾറെഡി കൈവരിച്ചിരിക്കുന്നു. ഇത് നമ്മൾ ഇനി നഷ്ടപ്പെടുത്തിയാൽ നമുക്കായി മറ്റൊരു അവസരം ദൈവം കരുതിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു അവസരം, നമ്മൾ കൈവരിച്ചിരിക്കുന്ന ഈ ഒരു അവസരം നമ്മുടെ നന്മയ്ക്കായി കൂടെ, നമ്മുടെ രക്ഷയ്ക്കായി കൂടെ നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളതാണ് ദൈവം ഇവിടെ അപ്പോസ്തലൻ നമ്മളോട് പ്രബോധിപ്പിക്കുന്നത്. അപ്പം ഈ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ രക്ഷയ്ക്കായി കൂടെ നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഇന്നത്തെ പാഠം എന്ന് പറയുന്നത് നമുക്കിവിടെ പൂർത്തീകരിക്കാം. നമുക്ക് ഇന്നത്തെ ആശയത്തിൽ അനേകം കാര്യങ്ങൾ ലേവി ഗോത്രത്തെ കുറിച്ച് ചിന്തിക്കാനായി നമുക്ക് സാധിച്ചു. ഒരു ലേവി എന്ന മകൻ, യാക്കോബിന്റെ മകൻ, ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ അത്രത്തോളം നല്ല ഒരു വ്യക്തിയൊന്നും അല്ലായിരുന്നു. തൻ്റെ ശുശ്രൂഷകനായി തീരുവാൻ തക്കവണ്ണം ഒരവസരം കൊടുക്കുവാനായിട്ട്. പക്ഷെ ദൈവത്തിന്റെ കൃപ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ ലേവിക്ക് തീർച്ചയായും ഈ ഒരു അവസരം ലഭിച്ചത്. അപ്പം ഈ ഒരു നിലയിൽ ആത്മീയമായി അനേകം കാര്യങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചു. അപ്പം അടുത്ത ആഴ്ചയിലും ഇനിയും ഇതിന് തുടർച്ചയായി ചില നമുക്ക് ചിന്തിക്കാനുണ്ട്. പക്ഷെ ഇന്നത്തെ സമയം ഇവിടെ പൂർത്തീകരിച്ചത് കൊണ്ട് നമുക്കിവിടെ ഇന്നത്തെ പാഠം ഇവിടെ പൂർത്തീകരിക്കാം. അപ്പം നമ്മളെ ഓരോരുത്തരെയും ദൈവം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നടത്തിയിൽ അനുഗ്രഹിക്കട്ടെ, വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാഠം ഇവിടെ പൂർത്തീകരിക്കുന്നു.